ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഒരു കാരണവശാലും അലോയ് വീലുള്ള ഒരു വണ്ടി മേടിക്കരുത്. നമ്മളുടെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റിയെയും അതുപോലെ തന്നെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയെയും അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ മൈലേജിനെയൊക്കെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിൻ്റെ വീൽ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അലോയ് വീലുള്ള വണ്ടി മേടിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അലോയ് വീലും സ്റ്റീൽ വീലും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ ഒരു വാഹനം മേടിക്കുന്ന ഒരാൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അലോയ് വീൽ vs സ്റ്റീൽ വീൽ, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, കമൻസുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ അറിവുകളും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. എന്താണ് അലോയ് വീൽ? അലോയ് വീലുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ടുണ്ടോ? അലുമിനിയവും മഗ്നീഷ്യവും മറ്റു ലോഹങ്ങളും ചേർത്ത് ഭംഗിയുള്ളതാക്കിയും ഒപ്പം തന്നെ ഭാരം കുറഞ്ഞും നിർമ്മിക്കുന്നതാണ് അലോയ് വീലുകൾ എന്ന് പറയുന്നത്. സ്റ്റീൽ വീൽ എന്ന് പറയുന്നത് സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്നതാണ്. ഇരുമ്പും കാർബണും മറ്റ് ലോഹസങ്കരങ്ങളും ചേർത്താണ് സ്റ്റീൽ വീലുകൾ നിർമ്മിക്കുന്നത്. സ്റ്റീൽ വീലുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് ഭാരം കൂടുതലാണ്, കൂടുതൽ ഈടിട്ട് നിൽക്കുന്നവയാണ്. അതുപോലെ തന്നെ ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് ഓഫ് റോഡ് സ്റ്റീൽ റിമ്മുകളാണ് ഒട്ടുമിക്ക ഓഫ് റോഡ് വണ്ടികളിലും ഉപയോഗിക്കുന്നത്. അലോയ് വീലുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം എന്ന് നോക്കാം. ഗുണങ്ങൾ എന്ന് പറയുന്നത് ആകർഷകമായിട്ടുള്ള ഒരു ലുക്കാണ്. സ്പോക്ക്, ഡയമണ്ട് കട്ട് തുടങ്ങിയ വ്യത്യസ്ത ലുക്കുകളിൽ അലോയ് വീലുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് വാഹനത്തിന് എപ്പോഴും നൽകുന്നത് അലോയ് വീലുകളാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അലോയ് വീലുകൾക്ക് ഭാരം കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് വാഹനത്തിന് എപ്പോഴും അലോയ് വീലുകൾ നൽകുന്നുണ്ട്. അതുപോലെ മൈലേജും ബ്രേക്കിംഗ് സംവിധാനവും അലോയ് വീലുകളാണ് മെച്ചപ്പെട്ട രീതിയിൽ നൽകുന്നത്. ഭാരം കുറവുള്ളത് കൊണ്ട് തന്നെ മൈലേജ് നല്ല രീതിയിലുണ്ട്. ബ്രേക്കിംഗ് എഫിഷ്യൻസിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അലോയ് വീലുകളാണ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട് നിൽക്കുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടയറിൻ്റെ ആയുസ് നിലനിർത്തുന്നതും അലോയ് വീലുകളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ടയറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഹീറ്റ് പുറം തള്ളാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അലോയ് വീലുകളാണ്. അതുപോലെ തന്നെ ഇത് തുരുമ്പ് പിടിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകില്ല. ഇനി ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വില കൂടുതലാണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റിയും കുറവാണ്. കാരണം ഏതെങ്കിലും ഒരെണ്ണത്തിന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരെണ്ണമായിട്ട് അത് മാറ്റാനായിട്ട് കഴിയാതെ വരും. 4 എണ്ണം ഒരേ രീതിയിൽ മാറ്റേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. ഒപ്പം തന്നെ ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് ഇത് സുരക്ഷിതമല്ല. ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് ക്രാക്ക് ആകാനും ബെൻഡ് ആകാനായിട്ടുള്ള ഒരു സാധ്യത വളരെയധികമുണ്ട്. സ്റ്റീൽ വീലുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വിലക്കുറവാണ്. ഒപ്പം തന്നെ ഇത് ഈടിട്ട് നിൽക്കുന്നതാണ്. പെട്ടെന്ന് ബെൻഡ് ആവുകയോ അല്ലെങ്കിൽ ക്രാക്ക് ആവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കാരണം സ്റ്റീൽ വീൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ലഭിക്കും. ഒരെണ്ണമായിട്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറയുന്നത് തുരുമ്പ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ദീർഘകാലമൊക്കെ ഉപയോഗിച്ചാലേ ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇനി തുരുമ്പ് പിടിച്ചാലും ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഒന്ന് പെയിൻറ് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്കത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് കഴിയും. ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഒരു മികച്ച ലുക്കും നല്ല പെർഫോമൻസും നിങ്ങളുടെ ടയറിൻ്റെ ആയുസ് സംരക്ഷിക്കാനൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു അലോയ് വീല് മേടിക്കുന്നതിൽ തെറ്റില്ല. കുറഞ്ഞ ചിലവും റഫ് യൂസുമാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റീൽ വീല് മേടിക്കാം. അലോയ് വീലും സ്റ്റീൽ വീലും സാധാരണ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിന് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നവരും വാഹനം എടുക്കുന്നവരും ഇതിനെക്കുറിച്ചൊരു അറിവ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഉണ്ടാകട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.